ഓക്കെ, അബ്ബാസ് പറഞ്ഞ അനുസരിച്ചപ്പോൾ വടക്കൻ ഗസയിലെ ഒരു കുഞ്ഞ് അവൻ്റെ തകർന്ന് വീണ് പോയ അവൻ്റെ വീട് പോയി നോക്കുമ്പോഴാണ് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഫലസ്തീനിലെ സാധാരണ മനുഷ്യർ അവർ നടന്നു പോയ വഴികൾ, വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിൽ അവരൊരുമിച്ച് പള്ളിയിലേക്ക് പോയ ഇടങ്ങൾ, ആ വഴികളൊന്നും ഒരുപക്ഷെ ഇന്നുണ്ടാകില്ല. അപ്പോൾ ഇത്രയും ഒരു ശ്രേഷ്ഠമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അത്രയേറെ ദൈവികമായി നിൽക്കുന്ന ഒരു സമയത്ത്, വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാവും ഇസ്രായേലിനോടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ഇസ്രായേലിനോട് എന്തായിരിക്കും ഈ വിഷയത്തിൽ ഏതു തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് മുതിരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹേഷ്, ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അടക്കമുള്ള അന്താരാഷ്ട്ര സമൂഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നിലവിൽ വേണ്ടത്, നമുക്ക് പ്രധാനുഷ്ഠാനത്തെ കുറിച്ച് അറിയാം, അവിടെ അത്യാവശ്യമായി വേണ്ടത് ഭക്ഷണമാണ്, അതുപോലെ മരുന്നാണ്. ഈ ഭക്ഷണവും മരുന്നും എത്തിക്കുക എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെയും അതുപോലെ UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് അവിടെ റഫ അതിർത്തിയിൽ, ഈജിപ്തിലെ റഫ അതിർത്തിയിൽ ലക്ഷക്കണക്കിന് ടൺ അവശ്യ വസ്തുക്കൾ, മരുന്നുകൾ, അതുപോലെ ടെന്റുകളൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഇത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗസയിൽ എത്തിക്കാനുള്ള യാതൊരു തരത്തിലുള്ള നീക്കത്തിനും ഇസ്രായേൽ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതോടുകൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, മാഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ഈ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വെസ്റ്റ് ബാങ്കിനെ സ്വന്തം ഭൂമിയായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്രമേയത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇസ്രായേൽ ഭരണകൂടത്തിലെ തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം, അതുപോലെ അവരുടെ സമ്മർദ്ദപ്രകാരമാണ് വെസ്റ്റ് ബാങ്കിനെ സ്വന്തം ഭൂമിയായി രജിസ്റ്റർ ചെയ്യാം എന്നൊരു പ്രമേയത്തിന് അവർ അനുമതി നൽകുന്നത്. അതോടുകൂടെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിനെയാണ് സ്വന്തം സ്ഥലമായിട്ട് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേൽ ശ്രമങ്ങൾ നടത്തുന്നത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വെസ്റ്റ് ബാങ്കിനും ഗസയുടെയും ഇടയിലാണ് ഈ ഭൂമിശാസ്ത്രപരമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഗസ ഈ മെഡിറ്ററേനിയൻ കടലിന്റെ എൻഡിലാണ് നിൽക്കുന്നത്. അത് തീരപ്രദേശമാണ്. എന്നാൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ, മറുഭാഗത്ത് ജോർദാൻ റിവർ, അതിന്റെ മറ്റൊരു ഭാഗത്ത് ചാവുകടൽ ഉൾപ്പെട്ട ഒരു ഭൂപ്രദേശമാണ്. അത് ഗസയേക്കാൾ വലിയ ഭൂപ്രദേശമാണ്. അതേക്കാൾ 4-5 മടങ്ങോ വലുപ്പമുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് ബാങ്കിന്റെ എല്ലാ സ്ഥലങ്ങളിലും, അഥവാ തെക്ക് മുതൽ വടക്ക് വരെ, മധ്യഭാഗത്ത് വരെ എല്ലായിടത്തും ഇസ്രായേലിന്റെ അധിനിവേശം നടന്നിട്ടുണ്ട്. ഈ ഏകദേശം 10-70 വർഷമായി, 1967 യുദ്ധത്തിന് ശേഷം ഈ വെസ്റ്റ് ബാങ്കിലെ എല്ലാ സ്ഥലത്തും ഇസ്രായേലിന്റെ അധിനിവേശം നടന്നിട്ടുണ്ട്. ഈ അധിനിവേശം നടത്തിയ ഭൂമി മുഴുവൻ, ഈ ഭൂമിയെ ഓസ്ലോ കരാർ പ്രകാരം A-B-C എന്നീ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് അവിടുത്തെ ഫലസ്തീൻ അതോറിറ്റിക്ക് നിയന്ത്രണങ്ങളുള്ള സിവിലായിട്ടും അതുപോലെ സെക്യൂരിറ്റി പരമായിട്ടും സുരക്ഷാപരമായിട്ടും നിയന്ത്രണങ്ങളുള്ള ഭൂമിയാണ്. ബി എന്ന് പറയുന്നത് അവിടുത്തെ സുരക്ഷാ ഏജൻസി, സൈന്യം ഇസ്രായേലിൻ്റെതാണ്. എന്നാൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫലസ്തീൻ അതോറിറ്റിയുടെയാണ്. സി എന്ന് പറയുന്ന ഭൂമി ഏകദേശം 60% ഭൂമി, 60%-ലേറെ ഭൂമി, ഈ ഭൂമിയിലെ സമ്പൂർണ്ണ ഉത്തരവാദിത്വവും സമ്പൂർണ്ണ കൺട്രോളും ഉള്ളത് ഇസ്രായേൽ ഭരണകൂടത്തിനാണ്. ഇവിടുത്തെ സിവിൽ റൈറ്റും സെക്യൂരിറ്റി റൈറ്റും ഈ ഭൂമിയെ മുഴുവൻ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ 8 അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധ കുറിപ്പിറക്കിയിരുന്നു. ഖത്തറൊക്കെ പ്രതികരിക്കുന്ന പ്രകാരം 1967 അതിർത്തികൾ പ്രകാരം ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിനുള്ള ഒരു പോംവഴി എന്ന് അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലോ അതുമായി ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട, ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ വാഷിംഗ്ടണിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ അതിന്റെ ആക്രമണം ഇതുവരെ നിർത്തിയിട്ടില്ല എന്നുകൂടി നമ്മൾ ഇതോട് ചേർത്ത് വായിക്കണം. മഹേഷ്.